Then next, problem solving strategies. So problem solving, we know it's a act of defining a problem, determining the cause of the problem, identifying, prioritizing and selecting alternatives for a solution and implementing a solution. അതല്ലേ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിംഗ് ഇസ് ദ ആക്ട് ഓഫ് ഡിഫൈനിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്ന, അല്ലെ, ഒരു ഇൻഡിവിജ്വൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ ഡിഫൈൻ ചെയ്തു ആൻഡ് ഡിറ്റർമൈനിങ് ദ കോസ് ഓഫ് ദ പ്രോബ്ലം, ആ പ്രശ്നത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി, ഐഡന്റിഫൈയിങ്, പ്രയോറിറ്റൈസിങ് ആൻഡ് സെലക്ടിങ് ആൾട്ടർനേറ്റീവ്സ് ഫോർ എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് അതിന്റെ മാർഗങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്, അല്ലെ, മികച്ചത് പ്രയോറിറ്റൈസ് ചെയ്ത് അതിനെ സെലക്ട് ചെയ്ത്, ശരിയല്ലേ, എന്നിട്ട് ആൻഡ് ഇംപ്ലിമെന്റിങ് എ സൊല്യൂഷൻ, അത് നടപ്പിലാക്കുന്നു, അല്ലെ, ആ സൊല്യൂഷന് വേണ്ടി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇതിനെയല്ലേ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം പ്രോബ്ലം സോൾവിംഗ് ഈസ് ദ ആക്ട് ഓഫ് ഡിഫൈനിങ് എ പ്രോബ്ലം, ഡിറ്റർമൈനിങ് ദ കോസ് ഓഫ് ദ പ്രോബ്ലം, identifying, prioritizing and selecting alternatives for a solution and implementing a solution. So here in this class we will discuss some strategies of problem solving. Strategies or technique, എന്തൊക്കെ ടെക്നിക്സ് ആണ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, ട്രയൽ ആൻഡ് എറർ. ട്രയൽ ആൻഡ് എറർ സ്ട്രാറ്റജി. സോ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ repeated attempts which are continued until success. So trial and error എന്ന് പറയുന്നത് it is characterized by repeated attempts which are continued until success. ഒരു സക്സസ് വരെ നമ്മൾ റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് നടത്തും. ചിലപ്പം അതിന് തെറ്റുണ്ടാകാം, അല്ലെ, നമ്മൾ സക്സസ് ആകുന്നത് വരെ എന്ത് ചെയ്യും, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ആ അറ്റംപ്റ്റ്സ് നടത്തും. ചിലപ്പം നമ്മൾ വിജയിച്ചെന്ന് വരില്ല, അവസാനം വിജയിക്കും. ആ വിജയം വരെ നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ ആൻഡ് എറർ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ അറിയില്ല, ദാറ്റ് ഈസ് അവർ പ്രോബ്ലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വണ്ടിയിൽ സൈക്കിളിൽ കയറും, ചവിട്ടും, വീഴും, വീണ്ടും ചവിട്ടും, വീഴും. നമ്മൾ ആ സക്സസ് ആകുന്നത് വരെ നമ്മൾ, അല്ലെങ്കിൽ സൈക്കിൾ നല്ല രീതിയിൽ ചവിട്ടുന്നത് വരെ, സൈക്കിൾ ചവിട്ടാൻ അറിയില്ല എന്നുള്ള പ്രോബ്ലം അത് പരിഹരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ആ അറ്റംപ്റ്റ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് ട്രയൽ ആൻഡ് എറർ, പേരിൽ തന്നെയുണ്ട് ട്രയൽ ആൻഡ് എറർ ടെക്നിക് എന്ന് പറയുന്നത്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. സോ നെക്സ്റ്റ് വൺ, അൽഗോരിതംസ്. അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് സെറ്റ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. അൽഗോരിതംസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്, പ്രോബ്ലം സോൾവിംഗിന്റെ സ്ട്രാറ്റജിയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഗീവ്സ് എ കറക്റ്റ് ആൻസർ ടു എ പർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് കറക്റ്റ് ആൻസർ വരുന്നത് വരെ, അല്ലെ, ആ കറക്റ്റ് ആൻസർ കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എടുക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രയൽ ആൻഡ് എറർ, അൽഗോരിതംസ് എന്ന് പറയുന്നത്. അതിനെയാണ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ ഇവിടെ? സോ അൽഗോരിതംസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് പറയാം, യു ആർ ഗ്യാരണ്ടീഡ് ടു അറൈവ് അറ്റ് ദ റൈറ്റ് ആൻസർ, ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. സമയം എടുക്കുന്നതാണ്, ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ യു ആർ ഗ്യാരണ്ടീഡ് ടു അറൈവ് അറ്റ് ദ റൈറ്റ് ആൻസർ. ശരിയായ ഒരു പ്രശ്നത്തിന്റെ ശരിയായ ഉത്തരത്തിലേക്ക് എത്തുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിലൂടെ. അത് കറക്റ്റ് ആയിരിക്കും, ഗ്യാരണ്ടിയാണ്, ആൻസർ കറക്റ്റ് ആയിരിക്കും. അതാണ് അൽഗോരിതംസിന്റെ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. നമ്മൾ മാത്സ് സൊല്യൂഷൻസ് ഒക്കെ, മാത്സിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന രീതിയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മളൊരു പർട്ടിക്കുലർ പ്രോബ്ലം അതിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വെച്ചിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്തിപ്പെടുന്നു. അത് അൽഗോരിതംസ് ആണ്. ഓക്കെ, ദെൻ ഹ്യൂറിസ്റ്റിക്സ്. ഹ്യൂറിസ്റ്റിക്സ് ഈസ് എ മെന്റൽ ഷോർട്ട് കട്ട് ടു ക്വിക്ലി മേക്ക് ജഡ്ജ്മെന്റ്സ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. അതായത് ഒരു മെന്റൽ ഷോർട്ട് കട്ട്സ് ആയിട്ടാണ് മൂന്നാമത്തെ സ്ട്രാറ്റജി ആയിട്ടുള്ള ഹ്യൂറിസ്റ്റിക്സ് പറയുന്നത്. സോ ഇവിടെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രോബ്ലം സോൾവിങ്, ഒരു ജഡ്ജ്മെന്റ് ആണ്. ഇൻഡിവിജ്വൽ മേക്ക് എ ജഡ്ജ്മെന്റ്. മനസ്സിലാകുന്നുണ്ടോ? ക്വിക്ലി മേക്ക് എ ജഡ്ജ്മെന്റ്, അതിനെയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ദീസ് ജഡ്ജ്മെന്റ്സ് കംസ് ടു അവർ മൈൻഡ് by our past experiences and allow us to act quickly. നമ്മൾ കഴിഞ്ഞുപോയ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് വളരെ പെട്ടെന്ന് നമ്മൾ ആക്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് പണ്ട് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ അനുഭവത്തിന്റെ രീതിയിൽ നമ്മൾ അതിനെ, ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒന്നിനെയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെന്റൽ ഷോർട്ട് കട്ട്
ടു ക്വിക്ലി മേക്ക് ജഡ്ജ്മെന്റ്സ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ പഴയകാല അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ജഡ്ജ്മെന്റ്സ് നടത്താൻ കഴിയും. അതിലൂടെ നമുക്കൊരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള ഒന്നിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഹ്യൂറിസ്റ്റിക്സ്. ബട്ട് ഇറ്റ് ഈസ് മെയിൻ തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടിങ് എ കറക്റ്റ് സൊല്യൂഷൻ. ഡോണ്ട് ഗ്യാരണ്ടി എ കറക്റ്റ് സൊല്യൂഷൻ. ഒരു കറക്റ്റ് സൊല്യൂഷൻ ഗ്യാരണ്ടി ചെയ്തില്ല. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവൊന്നും ലഭിക്കണമെന്നില്ല. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ദെൻ അനലോഗി. സോ അനലോഗി എന്ന് പറയുന്ന ഫോർത്ത് സ്ട്രാറ്റജിയാണ്. ഹിയർ ഇൻ ദിസ് സ്ട്രാറ്റജി the solver, the individual, recognizing a similar situation in a new problem to an old one, then finds or understands similarities between the old and new situation, depicting those features and then adapting correct procedure from the old problem to solve the new one. So ഇതൊന്നുമില്ല, വേറെ നമ്മുടെ അനലോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വർക്കൗട്ട് ആയ ഒരു സൊല്യൂഷൻ അത് പ്രസന്റിൽ അപ്ലൈ ചെയ്യുന്നു. എന്തില്? ഈ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ പ്രസന്റിൽ അപ്ലൈ ചെയ്യുകയാണ്. പാസ്റ്റ് എക്സ്പീരിയൻസിൽ വർക്കൗട്ട് ആയ ഒരു കാര്യം, ഒരു സൊല്യൂഷൻ, അത് നമ്മൾ പ്രസന്റിൽ അപ്ലൈ ചെയ്യുക, ഒരു മാറ്റവും ഇല്ലാതെ അപ്ലൈ ചെയ്യുക. അതിനാണ് അനലോഗി എന്ന് പറയുന്നത്. നമ്മൾ ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ? നമ്മൾ പറയത്തില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വരാൻ വേണ്ടി നമ്മൾ ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്യുന്നു. നമ്മൾ പറയും ചുട്ടയിലെ ശീലം ചുടല വരെ. ഒരു മനുഷ്യൻ തുടങ്ങുന്നത് അതൊക്കെ, അങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ, പ്രോവർബ്സ്, അങ്ങനെയുള്ള ഇഡിയംസ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് അപ്ലൈ ചെയ്യുന്നതാണ്. അത് പഴയ അങ്ങനെ ആയിരുന്നു പണ്ട്. ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ വർക്കൗട്ട് ആയതാണ് ആ സൊല്യൂഷൻ. അത് പ്രസന്റിൽ അപ്ലൈ ചെയ്യുന്നു. ആ ടെക്നിക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, അനലോഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, സോൾവർ റിക്കഗ്നൈസിങ് എ സിമിലർ സിറ്റുവേഷൻ ഇൻ എ ന്യൂ പ്രോബ്ലം ടു ആൻ ഓൾഡ് വൺ, then understand the similarities between the old and new, and depicting means drawing, അതായത് നമ്മൾ പുതുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെ, those features, and then adapting the correct procedure from the old problem to solve the new one. അതായത് പുതിയത് പരിഹരിക്കാൻ വേണ്ടി കറക്റ്റ് ആയിട്ടുള്ളത് അഡാപ്റ്റ് ചെയ്യുകയാണ്, സെലക്ട് ചെയ്തിട്ട് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് അനലോഗി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത മീൻസ് ആൻഡ് എൻഡ് അനാലിസിസ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ. ദിസ് മീൻസ് എൻഡ് അനാലിസിസ്, ദാറ്റ് മീൻസ് a large goal is a version of divide and conquer. അതായത് വലിയൊരു പ്രശ്നത്തെ, വലിയൊരു ഗോളിനെ, വലിയൊരു ലക്ഷ്യത്തെ ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഡിവൈഡ് ചെയ്യുന്നു, ചെറിയ ചെറിയ ഗോളുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അവസാനം ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നു. വലിയ ഗോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഓബ്സ്റ്റക്കിൾസ്, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ വെച്ച് നിർത്തിയിട്ട് അതൊരു ഗോളാക്കുന്നു, അത് സോൾവ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പല പല ലക്ഷ്യങ്ങളാക്കി ഡിവൈഡ് ചെയ്ത് അതിനെ കോൺക്യൂർ ചെയ്യുന്നു, അതിനെ വിജയത്തിലേക്ക് എത്തുന്നു, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അതാണ് മീൻസ് എൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദിസ് മീൻസ് എൻഡ് അനാലിസിസ് ഈസ് എ സ്ട്രാറ്റജി ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വേർഷൻ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺക്യൂർ. ഉണ്ടോ? ഇറ്റ്സ് എ വേർഷൻ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺക്യൂർ. ആ ഗോൾ ഡിവൈഡ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടെത്തുന്നു, കോൺക്യൂർ ചെയ്യുന്നു, വിജയിക്കുന്നു. ദീസ് ആർ ദ 5 സ്ട്രാറ്റജീസ് ഇൻ പ്രോബ്ലം സോൾവിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലേക്ക് വരാവുന്നതാണ്. ഓക്കെ.